വിശദമായ വാർത്തകളിലേക്ക്. റെക്കോർഡ് വിജയവുമായി SSLC പരീക്ഷാഫലം 99.70 വിജയശതമാനം. 68,604 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. ഏറ്റവും കൂടുതൽ വിജയം കണ്ണൂർ ജില്ലയിലും കുറവ് വയനാടുമാണ്. ഏറ്റവും കൂടുതൽ A+ നേടിയ വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ്. +1 പ്രവേശന നടപടികൾ അടുത്ത ആഴ്ചയോടെ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. 2021 ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന വിജയശതമാനം. 99.47% പേർ അന്ന് ഉപരിപഠനത്തിന് അർഹത നേടി. ആ റെക്കോർഡ് പഴങ്കഥയായി. വിജയശതമാനം 99.70%. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.26%. ഈ വർഷത്തെ വർധനവ് 0.44%. 67,604 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.94%. കുറവ് വയനാട് 98.41%. വിദ്യാഭ്യാസ ജില്ലകളിൽ മുന്നിൽ പാലയും മൂവാറ്റുപുഴയുമാണ്. 2 വർഷങ്ങൾക്ക് ശേഷം ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിച്ചപ്പോൾ 1,38,086 പേർക്കാണ് ആനുകൂല്യം ലഭിച്ചത്. 24,422 പേർ ഇതിലൂടെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കായി വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ഈ മാസം 25 വരെ അപേക്ഷിക്കാം. സേ പരീക്ഷകൾ ജൂൺ 7 മുതൽ 14 വരെയായി നടക്കും. ഫലപ്രഖ്യാപനം ജൂൺ അവസാനം. അടുത്തയാഴ്ചയോടെ +1 പ്രവേശനത്തിന്റെ പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം. ഗൾഫ് മേഖലയിൽ വിജയം 97.3%, ലക്ഷദ്വീപിൽ 97.92%. 100 മേനി വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണവും ഇത്തവണ വർദ്ധിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി സാരംഗ് വിജയിച്ചു. പക്ഷേ അപ്പോഴേക്കും അവനെ വിധി തോൽപ്പിച്ചിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 10ാം ക്ലാസ്സുകാരൻ സാരംഗിന്റെ വിയോഗം നാടിന്റെ വേദനയായി. പരീക്ഷാഫലം വരുന്നതിന് തൊട്ടുമുൻപെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി BR സാരംഗ് മരണത്തിന് കീഴടങ്ങിയത്. വിദ്യാലയത്തിൽ പൊതുദർശനം നടക്കവെയാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിക്കൊണ്ടുള്ള സാരംഗിന്റെ റിസൾട്ട് പുറത്തുവന്നത്. താങ്ങാവുന്നതിനുമപ്പുറമാണ് ഒരു നാടിന്റെ വേദന. പഠിച്ച സ്കൂളിൽ കണ്ണീരിനെ സാക്ഷിയാക്കി സാരംഗിന്റെ ഓർമ്മ. സാരംഗ് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അവയവ ദാനത്തിലൂടെ ജീവന്റെ തുടിപ്പുകൾ ഈ ലോകത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. 6 പേർക്കാണ് അവയവദാനം നൽകിയത്. സങ്കടക്കടലിനിടയിലും സാരംഗിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം കാണിച്ച സന്നദ്ധതയെ ഹൃദയം കൊണ്ട് നമുക്കെല്ലാവർക്കും അഭിനന്ദിക്കാം. ചേതനയറ്റ ശരീരത്തിൽ അവസാന പട്ടുതുണിയായി മികച്ച വിജയം അവനോട് ചേർന്നു. വിധി തോൽപ്പിച്ചവൻ അതറിയാതെ നിശ്ചലമായി കിടന്നു. അമ്മയോടൊപ്പം ഓട്ടോയിൽ സഞ്ചരിക്കെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന സാരംഗ് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. സാരംഗിന്റെ അവയവങ്ങൾ 10 പേർക്കായി ദാനം ചെയ്തു. കണ്ണുകൾ, കരൾ, ഹൃദയം, മജ്ജ തുടങ്ങിയ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതം നൽകിയതോടെയാണ് നടപടികൾ പൂർത്തിയായത്. കോട്ടയം സ്വദേശിയായ കുട്ടിക്ക് വേണ്ടി ഹൃദയം കഴിഞ്ഞ ദിവസം തന്നെ കൊണ്ടുപോയിരുന്നു. മൃതദേഹത്തിൽ സഹപാഠികളും അധ്യാപകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. SSLC പരീക്ഷാ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുൻപ് മരണത്തിന് കീഴടങ്ങിയ സാരംഗ് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അതേ ദിവസം തന്നെ കൂട്ടുകാർക്കിടയിലേക്ക് എത്തിയത് ജീവനറ്റ ശരീരമായി. കേരള ബ്ലാസ്റ്റേഴ്സ് ആറ്റിങ്ങലിൽ നടത്തുന്ന ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുക്കുകയായിരുന്നു സാരംഗ്. ഫുട്ബോൾ താരമാവുക എന്നതായിരുന്നു വലിയ ആഗ്രഹം. ആശുപത്രി കിടക്കയിൽ കഴിയുമ്പോഴും ഫുട്ബോൾ കളിക്കാനുള്ള ബൂട്ട് വാങ്ങണമെന്ന ആഗ്രഹമാണ് സാരംഗ് ഉറ്റവരോട് പറഞ്ഞത്. മൃതദേഹം വിദ്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ചത് ഫുട്ബോൾ ജേഴ്സി അണിയിച്ച്. കരവാരം വഞ്ചിയൂർ നികുഞ്ചത്തിൽ ബിനീഷ് കുമാറിന്റെയും രജനിയുടെയും മകനാണ് സാരംഗ്. യാശ്വന്ത് ഏക സഹോദരനാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വസതി വളഞ്ഞ് വീണ്ടും പോലീസ്. സമാൻ പാർക്കിലെ വീട്ടിൽ പരിശോധന നടത്താൻ ലാഹോർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെർച്ച് വാറന്റുമായി എത്തിയത്. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, വീണ്ടും നാടകീയ നീക്കങ്ങളാണ്. എങ്ങനെയാണ് സംഭവങ്ങൾ അവിടെ പുരോഗമിക്കുന്നത്? ആര്യ, പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സമാൻ പാർക്കിലുള്ള വസതിയിൽ ഏകദേശം 40ഓളം വരുന്ന ഭീകരർ ഒളിച്ചൊഴിയുന്നു എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ഇവരെ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം ഈ പഞ്ചാബ് പ്രവിശ്യയിലുള്ള കാവൽ സർക്കാർ ഇമ്രാൻഖാനോട് നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് ഇമ്രാൻ വഴങ്ങാത്തതിനെ തുടർന്നാണ് സെർച്ച് വാറന്റ് അടക്കമായിട്ട്, അതായത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലാഹോർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം സെർച്ച് വാറന്റുമായി
വാഹനവുമായി ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇമ്രാന്റെ വസതിക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഇമ്രാൻ ഇതേ സാഹചര്യത്തിൽ നേരത്തെയും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇമ്രാന്റെ വീട് വളഞ്ഞ പോലീസിന് നേരെ PTI പ്രവർത്തകർ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുകയും ചെയ്തതിനെ തുടർന്ന് രാജ്യത്ത് വലിയ രീതിയിലുള്ള കലാപഭൂമിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഇമ്രാന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇമ്രാനെ ഇമ്രാന് നാഷണൽ അക്കൗണ്ടബിലിറ്റി ബ്യൂറോ ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൻസ് നൽകുകയും ചെയ്തിരുന്നു. അതിന് തനിക്ക് ഇപ്പോൾ ഹാജരാകാൻ സാധിക്കില്ല, ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുകയും അത്തരത്തിലുള്ള കത്തെഴുതി നൽകി ആയിരുന്നു അതിൽ നിന്നും അദ്ദേഹം വിട്ടുമാറുന്നത്. പിന്നീട് നാഷണൽ ന്യൂസ് ഏജൻസികൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കൂടാതെ തന്നെ ഈ മേഖലയിൽ നിന്ന് ഏകദേശം 8ഓളം ഭീകരരെ അറസ്റ്റ് ചെയ്തതായി അവിടുത്തെ പോലീസ് സംഘം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് നിഷേധിച്ച PTI രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോലീസ് വലിയ രീതിയിൽ ഇമ്രാന്റെ വീട് വളഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇമ്രാനെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമോ, അല്ലെങ്കിൽ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഉള്ള നടപടിയിലേക്കാണോ കടക്കുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയൊരു സംഘർഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്നും പോലീസ് സംഘം മടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. PTI പ്രവർത്തകർ വലിയ രീതിയിൽ മേഖലയിൽ തടിച്ചുകൂടുന്ന ഒരു സംഭവവികാസം ഉണ്ടായിരുന്നു. അത്തരത്തിൽ മുൻകാലങ്ങളില്ലാത്ത രീതിയിലുള്ള അക്രമം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് അരങ്ങേറിയിരുന്നു. ഇമ്രാന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ അക്രമ സംഭവങ്ങൾ രാജ്യത്ത് ഉടനീളം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഏകദേശം 8ഓളം പേർ കൊല്ലപ്പെടുകയും ഈ ഒരു സംഘർഷത്തിൽ കൊല്ലപ്പെടുകയും ഒപ്പം തന്നെ സുരക്ഷാ ഏജൻസിയിലും ഓഫീസുകൾക്കും നേരെയും വലിയ രീതിയിലുള്ള അക്രമം PTI പ്രവർത്തകർ അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അങ്ങനെ വെടിവെപ്പ് അടക്കമുള്ള സംഭവവികാസങ്ങൾ രാജ്യത്തുടനീളം അരങ്ങേറുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇമ്രാനെ അനുനയിപ്പിച്ചുകൊണ്ടൊരു നീക്കം അത്തരത്തിലേക്ക് പോകാനുള്ള നടപടിയായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ പഞ്ചാബ് പ്രവിശ്യയിലെ താൽക്കാലിക സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ നിയമപരമായി മുന്നോട്ട് പോവുക, സെർച്ച് വാറന്റ് അടക്കമുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇമ്രാന്റെ വസതിയിൽ നിന്നും ഈ ഭീകരരെ പിടികൂടുക എന്നുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി വീണ്ടും ഇമ്രാന്റെ വസതിയിലേക്ക് പോലീസ് സംഘം പോകുമെന്നുള്ള സൂചനയുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് പോലീസ് തന്നെ അത് റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. കാരണം രാത്രിയാണ്. ഒപ്പം തന്നെ PTI പ്രവർത്തകർ സമീപ കാലങ്ങളിൽ അവിടെ തന്നെ, അതായത് ഇമ്രാന്റെ ഈ സമാൻ പാർക്കിലുള്ള വസതിയിലും മറ്റു വസതികളിൽ എല്ലാം തന്നെ വലിയ രീതിയിൽ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള സൂചനയും അത്തരത്തിലുള്ള ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സാഹചര്യം കൂടുതൽ കലുഷിതമാക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്നലെ ഈ ഒരു അറസ്റ്റ് എന്നൊരു നടപടിയിൽ നിന്നും ഈ പോലീസ് പിൻവാങ്ങിയതല്ലേ. പക്ഷെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഇമ്രാൻഖാൻ തന്നെ ട്വീറ്റ് ചെയ്തിരുന്നു അദ്ദേഹം അറസ്റ്റിലാവാൻ പോവുകയാണ്, അതിനു മുമ്പുള്ള അവസാനമായ ഒരു ട്വീറ്റാണ് എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഇമ്രാൻഖാൻ തന്നെ ഒരു ട്വീറ്റ് ഇന്നലെ നടത്തിയിരുന്നു അല്ലേ മിഥുൻ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള ട്വീറ്റിലൂടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ സന്ദേശം അത് PTI പ്രവർത്തകർ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് ഇമ്രാന്റെ വസതിയിലേക്കൊക്കെ തന്നെ വലിയ പ്രവർത്തകരുടെ വലിയൊരു കടന്നുകയറ്റമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് സേനാ വിഭാഗങ്ങൾക്കോ അവിടേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇമ്രാന്റെ ഈ സമാൻ പാർക്കിലുള്ള വസതിക്ക് ശരി മിഥുനിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, വീണ്ടും വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് പാകിസ്ഥാൻ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പോലീസ് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു നീക്കത്തിലേക്കൊക്കെ കടന്നിരുന്നെങ്കിലും പക്ഷേ സാഹചര്യങ്ങളുടെ ആ ഒരു സമ്മർദ്ദം, PTI പ്രവർത്തകർ അവിടെ സുരക്ഷാ കവചവുമായി ഇമ്രാന്റെ വസതിക്ക് മുമ്പിൽ ചുറ്റും വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ സാഹചര്യത്തെ കലുഷിതമാക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പിൻവാങ്ങിയത്. പക്ഷേ ഇപ്പോൾ സെർച്ച് വാറന്റുമായി പോലീസ് സംഘം എത്തിയിരിക്കുകയാണ്. ഇമ്രാൻഖാന്റെ വസതി പരിശോധിക്കുകയാണ്. വളരെ വലിയ രീതിയിലുള്ള സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയമില്ല അല്ലേ? കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിരന്തരം പാകിസ്ഥാന്റെ ആർമിയുടെ ഭാഗത്തു നിന്നുള്ള സൈനിക വിഭാഗമായ പാക് റേഞ്ചേഴ്സിന്റെയും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ചുമതലയിൽ നിൽക്കുന്ന പാക് പോലീസിന്റെയും ഭാഗത്തു നിന്ന് ഇമ്രാൻഖാനെ ഏത് വിധേനയും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും നടത്തി. ഇവിടെ ഇമ്രാൻഖാൻ എത്തിയത് കോടതി സംവിധാനമാണ്. നമ്മൾ ഓർക്കുക, പാകിസ്ഥാന്റെ 4 പില്ലേഴ്സ്, അധികാരഘടനയിലെ 4 പില്ലേഴ്സ് ആണ് ഇപ്പോൾ കോടതി. 1 ഭരണകൂടമാണ്, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം. 2 ആർമി. 3 ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന രഹസ്യാന്വേഷണ വിഭാഗം. 4ാമത്തെ പില്ലറായി തൂണായി പ്രവർത്തിക്കുന്നത്
പാകിസ്ഥാന്റെ നീതിന്യായ വ്യവസ്ഥയാണ്. ചിലപ്പോഴെല്ലാം നീതിന്യായ വ്യവസ്ഥ ആർമിയുടെ പോലും കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് നീതിന്യായ വ്യവസ്ഥ ഇടപെട്ട് പാർലമെന്റ് ജനാധിപത്യത്തിന്റെ അന്തസ്സ് പുനഃസൃഷ്ടിക്കാൻ ചരിത്രപരമായി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഏതാണ്ട് ആ ഒരു രീതിയിലാണ് കോടതിയുടെ ഇടപെടൽ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ സുപ്രീം കോടതി വ്യക്തമായി ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരു കാരണവശാലും നിലവിലുള്ള കേസുകളിൽ മെയ് 31 വരെ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു ഉഗ്രശാസനയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളവും പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചിടത്തോളവും ഇമ്രാൻഖാനെ ഏതെങ്കിലും കേസുകളിൽ പെടുത്തുകയും അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്ത് ഒരു കാരണവശാലും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ഇമ്രാൻഖാനും ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫും വളരെയധികം ജനപ്രീതി ആർജിച്ച പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് എന്നാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, സെപ്റ്റംബർ ഒക്ടോബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പാർട്ടി അധികാരത്തിൽ വരികയും ഇമ്രാൻഖാൻ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി പദത്തിൽ എത്തുകയും ചെയ്യും എന്നത് ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇമ്രാൻഖാനെ കേസുകളിൽ പെടുത്തി അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നിയമപരമായി തന്നെ അദ്ദേഹത്തിന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന റെയ്ഡും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീട് വസതി വളഞ്ഞുകൊണ്ടുള്ള അതിന്റെ ഭാഗമായി നടക്കുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ മോഹൻ വർഗീസ്, നേരത്തെ ഇത്തരത്തിൽ അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അപ്രതീക്ഷിതമായി ഇമ്രാൻഖാനെ വളരെ നാടകീയമായ രംഗങ്ങളിലൂടെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് സുപ്രീം കോടതിയുടെ ഒരു ഇടപെടലിൽ കൂടിയാണ് ഇസ്ലാമാബാദ് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നതും ഉടൻ തന്നെ മോചിപ്പിക്കണമെന്നുള്ള ഒരു ഉത്തരവും വരുന്നത്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഉത്തരവിലേക്ക് കോടതി കടന്നപ്പോൾ പ്രധാനമായും നിരീക്ഷിച്ച കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അന്ന് കോടതി പറഞ്ഞ കാര്യം ഇതിന്റെ പിന്നിൽ ഒരു നിയമം, കാരണം പാകിസ്ഥാനിൽ നിയമവാഴ്ച റൂൾ ഓഫ് ലോ ഉണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കോടതിയുടെ ചുമതലയാണ് പാകിസ്ഥാനിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുക. ഏത് രാജ്യത്തെയും ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ചുമതല കോടതിയുടെയാണ്. ആ ഭരണഘടനാ സംരക്ഷണ ചുമതല പലപ്പോഴും നടക്കാതെ പോകുന്നത് സൈന്യം എല്ലാ അധികാരത്തോടുകൂടിയും വാഴുമ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനും ജഡ്ജിമാർക്കും കാര്യമായ രീതിയിൽ ഒന്നും ചെയ്യാനാവാതെ വരുന്നു. ഇതിന്റെ പേരാണ് കമ്മിറ്റഡ് ജുഡീഷ്യൽ. അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈന്യത്തിന്റെ ഒത്താശയോടുകൂടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ചെയ്യുന്ന ഏത് ഹീന പ്രവൃത്തിയെയും ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് പാകിസ്ഥാന്റെ കോടതി പലപ്പോഴും. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. കാരണം പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ആകെ കുത്തഴിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആർമി ഒരു കാരണവശാലും ഇപ്പോൾ നേരിട്ട് അധികാരം ഏറ്റെടുക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അത് മാത്രമല്ല, ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ ഭരണകൂടം വളരെ ദുർബലമായ അവസ്ഥയിലാണ്. അങ്ങനെ എല്ലാ കോർണറിൽ നിന്നും കോർണർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഗതികെട്ടു നിൽക്കുന്ന പാകിസ്ഥാനിൽ ഇപ്പോൾ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായി കോടതി ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ജനപ്രീതിയുള്ള ഒരു സർക്കാരിനെയാണ് നിങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിനുള്ള വഴി ഒരുക്കുന്നതിന് കോടതിയുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാ സഹായവും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് 31 വരെ ഒരു കാരണവശാലും ഇമ്രാൻഖാനെ നിലവിലുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിനവിടെ ബദൽ എന്താണ്? പുതിയ കേസുകളിൽ പെടുത്താനാവുമോ എന്നതാണ് ശ്രദ്ധ. അപ്പൊ പുതിയ കേസുകളിൽ പെടുത്തണമെങ്കിൽ റെയ്ഡുകൾ നടക്കേണ്ടി വരും. റെയ്ഡുകളിൽ നിന്നും കണ്ടെത്തുന്ന രേഖകൾ അനുസരിച്ച് പുതിയ കേസുകളിൽ ഇമ്രാൻഖാനെ പെടുത്താനാവുമോ എന്ന അന്വേഷണത്തിലാണ് പാക് ഭരണകൂടവും പോലീസും. ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വസതി വീണ്ടും പോലീസ് വളഞ്ഞിരിക്കുന്നു. സമ്മാൻ പാർക്കിലെ വീട്ടിൽ പരിശോധന നടത്താൻ ലാഹോർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെർച്ച് വാറന്റുമായി എത്തിയിരിക്കുന്നത്. MG വിധുനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5565 രൂപ, പവന് 44,520 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3851 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.